വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയാകും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിയിൽ വച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപന്മാർക്കും ന്യായാധിപൻ സേവകന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി മലയുടെ വിരിമാറിൽ പീഡകൾ സഹിച്ച് മരണം വരിച്ചുകൊണ്ട് ഭൂമിയോട് നമ്മോട് ഓരോരുത്തരോടും അവിടുന്ന് അനുരഞ്ജനപ്പെട്ടു. നാം ഹൃദയപൂർവ്വം ക്ഷമിക്കേണ്ടവരാണ് എന്ന് ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് ഭൂമിയെ പഠിപ്പിച്ചു. കാൽവരി മലമുകളിൽ നമുക്കായി അവിടുന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ തന്നെ മുറിപ്പെടുത്തിയ സകലരോടും ക്ഷമിച്ചുകൊണ്ട് ക്ഷമയുടെ ഏറ്റവും മഹനീയമായ മാതൃക ഭൂമിക്ക് നൽകി. ആ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ക്ഷമയുടെ പാഠമാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്തു ജീവിതത്തിൽ പറഞ്ഞവയെല്ലാം പ്രാവർത്തികമാക്കി നമ്മെ പഠിപ്പിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ ഭൂമി ഉള്ളിടത്തോളം കാലം നിലകൊള്ളുക തന്നെ ചെയ്യും. നാം ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ പൊറുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുക. പഴയ നിയമപുസ്തകത്തിൽ കൊല്ലുന്നത് മാരകമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറയുന്നു, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയാകും എന്നാണ്. നോക്കൂ, തിന്മ ചെറുത് എന്ന് നമ്മൾ കരുതി പ്രവർത്തിക്കുന്നത് എത്രയോ മാരകമാണ് എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. നാം അർപ്പിക്കുന്ന കാഴ്ചകളും ബലികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ നാം ഹൃദയപൂർവ്വം സഹോദരങ്ങളോട് രമ്യതപ്പെട്ടവരാകണം. ഹൃദയത്തിൽ രമ്യതയില്ലാതെ അർപ്പിക്കുന്ന കാഴ്ചകളും സമർപ്പിക്കുന്ന ബലികളും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകുകയില്ല എന്ന് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കുന്നുമില്ല. സഹോദരനെ വീണ്ടെടുക്കാതെ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ കഴിയില്ല. വഴിയിൽ വച്ച് തന്നെ രമ്യതപ്പെടുവാൻ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു. അതെ, ഈ ലോക ജീവിത യാത്ര ചെറിയൊരു വഴിയാണ്. ഒത്തിരി ദൂരമൊന്നും നാം യാത്ര ചെയ്യുന്നില്ല. ഏറിയാൽ 80-90 വർഷം ജീവിക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ പോലും ആ യാത്ര അത്ര വലിയൊരു യാത്രയല്ല. എന്നാൽ ക്രിസ്തു പറയുന്നു, വഴിയിൽ വച്ച് തന്നെ രമ്യതപ്പെടുക. ഉടനെ പൊറുക്കുവാൻ, ഉടനെ രമ്യതപ്പെടുവാൻ, മാപ്പ് നൽകുവാൻ, അങ്ങനെ സ്വർഗപിതാവിൻ്റെ വത്സല മക്കളായി തീരാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. നാം സഹോദരങ്ങളുമായി രമ്യതപ്പെടുമ്പോൾ ദൈവവുമായി നമ്മുടെ സ്നേഹബന്ധം ശക്തിപ്പെടുകയാണ് ചെയ്യുക. ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് മാപ്പ് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്നവരാകാൻ നമുക്കും കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.